നിലമ്പൂരിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് നമ്മൾ പോവുകയാണ്. നമുക്കറിയാവുന്നതുപോലെ നിലമ്പൂരിലേക്ക് വോട്ടെടുപ്പൊക്കെ പൂർത്തിയായി പിന്നാലെ ഇപ്പോൾ നടപടികളും വരുന്നു. എവിടെയാണ് നടപടി, ഏത് നേതാക്കൾക്കെതിരെയാണ് നടപടി എന്ന് ചോദിച്ചാൽ തിരുവമ്പാടിയിലെ നേതാക്കൾക്കെതിരെയാണ് നടപടി വന്നിരിക്കുന്നത്. ലീഗ് നേതൃത്വമാണ് നടപടി എടുത്തിരിക്കുന്നത്. PV അൻവറിനെ പങ്കെടുപ്പിച്ച് പരിപാടി നടത്താൻ തീരുമാനിച്ച തിരുവമ്പാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KA അബ്ദുറഹ്മാൻ, അറഫി കാട്ടിപ്പരുത്തി, ഫൈസൽ മാത്തം വീട്ടിൽ, റഫീഖ് പുല്ലാരുംപാറ എന്നിവരെ പാർട്ടിയിൽ നിന്നും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ജൂൺ 15-നായിരുന്നു GCC KMCC തിരുവമ്പാടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടുംബ സംഗമം നടത്തിയത്. തിരഞ്ഞെടുപ്പിനിടയിൽ നടപടിയെടുക്കാൻ KMCC നേതാക്കൾ ലീഗ് നേതൃത്വത്തെ വെല്ലുവിളിച്ചിരുന്നു. ഇവിടെയുള്ള മണ്ഡല നേതാക്കന്മാരോട്, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിയോട് വളരെ സ്നേഹത്തോടെ ചെറിയ ഉപദേശം കൊടുക്കാനുള്ളത്, നിങ്ങൾ ആദ്യം വന്നിട്ട് തിരുവമ്പാടി പഞ്ചായത്തിൽ മുസ്ലിം ലീഗിന്റെ വേരോട്ടമുള്ള പ്രദേശങ്ങളിൽ പോയിട്ട് ഇവിടെ കമ്മിറ്റി ഉണ്ടോ, ഇവിടെ മെമ്പർഷിപ്പ് ഉണ്ടോ, തിരുവമ്പാടിയിൽ പഞ്ചായത്ത് കമ്മിറ്റി ഉണ്ടോ എന്ന് ഒരു അന്വേഷണം നടത്തിയിട്ട് വേണം നിങ്ങൾ ഞങ്ങളെ തിരുത്താൻ എന്നുള്ളൊരു മുന്നറിയിപ്പാണ് എനിക്ക് അവരോട് കൊടുക്കാനുള്ളത്. എന്ന് വെച്ചിട്ട് ഇനിയിപ്പോ നാളെ നമ്മുടെ മെമ്പർഷിപ്പ് ഇരിക്കുന്ന ആളുകളുടെ മെമ്പർഷിപ്പ് കട്ട് ചെയ്താൽ നിങ്ങൾക്ക് തിരുവമ്പാടി പഞ്ചായത്തിൽ മുസ്ലിം ലീഗ് വേരോടെ ഇല്ലാതെയാവും. മുസ്ലിം ലീഗ് വേരോടെ ഇല്ലാതെയാവും. രമ്യയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രമ്യ, ഗുഡ് മോർണിംഗ്. അങ്ങനെ വോട്ടെടുപ്പ് കഴിഞ്ഞു, വോട്ടൊക്കെ പെട്ടിയിൽ വീണു, പിന്നാലെ നടപടിയും വന്നിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ നടപടികൾ? തിരുവമ്പാടി നമുക്കറിയാം, PV അൻവർ ഏറെ നോട്ടമിട്ടിരുന്ന ഒരു സ്ഥലം കൂടിയായിരുന്നു തിരുവമ്പാടി. ഗുഡ് മോർണിംഗ് സേതു. ഈ നിലമ്പൂരിലെ വോട്ടെടുപ്പിന് ശേഷം പിന്നാലെയാണ് ഇത്തരത്തിൽ രാഷ്ട്രീയ വിവാദങ്ങളും ഉടലെടുക്കുന്നത്. നിലവിൽ ഇപ്പോൾ തിരുവമ്പാടിയിലെ നേതാക്കൾക്കെതിരെയാണ് ലീഗ് നേതൃത്വം നടപടിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. അതായത് ഈ ലീഗ് നേതൃത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് കുടുംബസംഗമം നടത്തിയ വൈസ് പ്രസിഡന്റായ KA അബ്ദുറഹ്മാൻ, അതുപോലെ തന്നെ ഫൈസൽ മാധം വീട്ടിൽ, റഫീഖ് പുല്ലൂറംപാറ എന്നിവർ ഉൾപ്പെടുന്ന 4 പേർക്കെതിരെയാണ് ഇത്തരത്തിൽ ലീഗ് നേതൃത്വം നടപടിയുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. സസ്പെൻഷൻ നടപടിയാണ് ഇപ്പോൾ നിലവിൽ ലീഗ് നേതൃത്വം എടുത്തിട്ടുള്ളത്. ഈ ജൂൺ 15-നായിരുന്നു ലീഗ് നേതൃത്വത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് GCC KMCCയുടെ നേതൃത്വത്തിൽ തിരുവമ്പാടിയിൽ ഒരു കുടുംബസംഗമം സംഘടിപ്പിക്കുന്നത്. അൻവറിനെ പങ്കെടുപ്പിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിലൊരു ഈ കുടുംബസംഗമം ഇവർ നടത്തിയിരുന്നത്. അന്ന് തന്നെ ഈ ലീഗ് നേതൃത്വം ഇതിനെ എതിർത്തിരുന്നു. അൻവറിനെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കാൻ പാടുള്ളതല്ല, ഇത്തരത്തിൽ ഇതിന് ലീഗുമായി യാതൊരു ബന്ധവുമില്ല എന്ന വിധത്തിൽ തന്നെയായിരുന്നു അന്ന് തന്നെ ലീഗ് നേതൃത്വം ഈ പരിപാടിയെ നിഷേധിച്ചിരുന്നത്. അന്ന് തന്നെ ഈ പരിപാടിക്ക് ശേഷമായിരുന്നു ഈ ലീഗ് നേതൃത്വം, തിരുവമ്പാടിയിലെ ലീഗ് നേതൃത്വവും മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതൃത്വത്തെ ഉൾപ്പെടെ വെല്ലുവിളിക്കുന്ന ഒരു നടപടിയിലേക്കും പോയിരുന്നു. അങ്ങനെയാണെങ്കിൽ നടപടി എടുക്കുന്നത് കാണട്ടെ എന്നുൾപ്പെടെയുള്ള രീതിയിൽ തന്നെ ആയിരുന്നു ഇത് മുന്നോട്ട് പോയിരുന്നത്. ഇതിനുശേഷം ഇപ്പോൾ ഇന്നലെ നിലമ്പൂരിലെ ഇലക്ഷൻ വോട്ടെടുപ്പ് കഴിഞ്ഞു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഈ നേതാക്കൾക്കെതിരെ 4 നേതാക്കൾക്കെതിരെ ഈ ലീഗ് നേതൃത്വം നടപടിയുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇതുപോലെ തന്നെ തിരുവമ്പാടിയിലെ മറ്റൊരു പ്രത്യേകത കൂടി കാണേണ്ടതുണ്ട്. കാരണം ലീഗിന് കൂടുതൽ മേൽക്കോയ്മയുള്ളൊരു പഞ്ചായത്താണ്. അത്തരത്തിൽ ഈ നടപടി ഈ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ, അതായത് തിരുവമ്പാടി പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് ഈ നടപടി വരുന്നത്. അപ്പോൾ ഇത് എത്തരത്തിലാണ് ഈ പഞ്ചായത്തിലെ ഭരണത്തെ കൂടി ബാധിക്കുക എന്നുള്ളത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. എന്ത് തന്നെയായാലും വിവാദങ്ങൾക്ക് തിരികൊളുത്തി കഴിഞ്ഞു എന്ന് തന്നെയാണ് നമുക്ക്. അങ്ങനെ മറ്റൊരു വിവാദം കൂടി നിലമ്പൂരിൽ വോട്ട് പെട്ടിയിലായതിന് പിന്നാലെ മറ്റൊരു വിവാദങ്ങൾക്ക് കൂടി തുടക്കമാകുന്ന വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട് നിന്ന് രമ്യദാസ്.